നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. NSS നേതൃത്വത്തെ പിണറായിയുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പ്രധാനമായും മധ്യസ്ഥനായി നിന്നത് ട്രാൻസ്പോർട്ട് മന്ത്രി, ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ആണെന്ന് വ്യക്തമായി കഴിഞ്ഞു. KB ഗണേഷ് കുമാറിൻ്റെ ചില സമയോചിതമായ നീക്കങ്ങളാണ് NSSനെ പിണറായി വിജയനുമായി അടുപ്പിച്ചത്. വളരെ മികച്ചൊരു മധ്യസ്ഥ ശ്രമമാണ് KB ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ നടത്തിയതെന്നും അതിൽ താൻ സംതൃപ്തനാണെന്നും പിണറായി വിജയൻ ഗണേഷ് കുമാറിനെ അറിയിക്കുകയും ചെയ്തു. NSS ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ KB ഗണേഷ് കുമാറിന് G സുകുമാരൻ നായരുമായി അടുത്ത വ്യക്തിബന്ധമാണ് ഉള്ളത്. മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം ആ വ്യക്തിബന്ധം നന്നായി ഉപയോഗിച്ച് സുകുമാരൻ നായരെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് CPM നേതൃത്വം പറയുന്നത്. ഗണേഷ് കുമാറും പിണറായി വിജയനുമായി നല്ല വ്യക്തിബന്ധം അദ്ദേഹം UDFിൽ നിൽക്കുന്ന കാലത്ത് തന്നെയുണ്ട്. അതിനു മുമ്പ് 2001 മന്ത്രിയായിരിക്കുന്ന കാലം മുതൽ തന്നെ പിണറായി വിജയനുമായി നല്ല അടുപ്പം പുലർത്തുന്നയാളാണ് ഗണേഷ് കുമാർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നിഷ്പ്രയാസം UDFിൽ നിന്നും LDFിലെത്താനും അതോടൊപ്പം മന്ത്രിയാകാനും ഒക്കെ കഴിഞ്ഞത്. ഏതായാലും നല്ലൊരു ഇടനിലക്കാരൻ കൂടിയാണ് താനെന്ന് ഗണേഷ് കുമാർ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. CPMുമായും പിണറായി വിജയനുമായുമുള്ള ബന്ധത്തിന് മുന്നിൽ പല ആശങ്കകളും തങ്ങൾക്കുണ്ടെന്നും അതെല്ലാം പരിഹരിച്ചതിന് ശേഷം അടുപ്പമാകാമെന്നുമുള്ള സുകുമാരൻ നായരുടെ നിർദ്ദേശം, അഭിപ്രായം കൃത്യമായി പരിഹരിക്കാനും പരിഗണിക്കാനും ഗണേഷ് കുമാറിന് കഴിഞ്ഞു. ശബരിമല പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ കേസുകളെല്ലാം പിൻവലിപ്പിക്കാമെന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് നിർദ്ദേശം നൽകാനും ഗണേഷ് കുമാറിന് കഴിഞ്ഞു. G സുകുമാരൻ നായർക്ക് ഗണേഷ് കുമാർ കൊടുത്ത ഉറപ്പ് കേസുകളെല്ലാം താൻ ഇടപെട്ട് പിൻവലിക്കുമെന്നും അതിന് മുഖ്യമന്ത്രി സമ്മതം മൂളിയെന്നുമാണ്. അത് ഉറപ്പിച്ചതോടെയാണ് പിണറായി വിജയനും CPMുമായി അടുക്കാനും അയ്യപ്പ സംഗമത്തിന് പിന്തുണ നൽകാനും G സുകുമാരൻ നായർ തയ്യാറായത്. ഏതായാലും മൂന്നാം തവണ പിണറായി അധികാരത്തിൽ വന്നാലും KB ഗണേഷ് കുമാർ വീണ്ടും അവിടെ മന്ത്രിയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പായി. കാരണം NSS നേതൃത്വത്തെ അനുനയിപ്പിച്ച് പിണറായി വിജയനും CPMനും ഒപ്പം കൊണ്ടുവരുവാനും പരസ്യ പിന്തുണ പ്രഖ്യാപിപ്പിക്കാനും കഴിഞ്ഞത് നിസ്സാര കാര്യമായല്ല CPM കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ ദശാബ്ദങ്ങളായി, ഏതാണ്ട് 1/4 നൂറ്റാണ്ടിലധികം കാലമായി കടുത്ത CPM വിരുദ്ധത വച്ചു പുലർത്തുന്നയാളാണ് G സുകുമാരൻ നായർ. എന്നാൽ ഗണേഷ് കുമാറിൻ്റെ തന്ത്രപരമായ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ CPM വിരുദ്ധതയെയും ഇടതുവിരുദ്ധതയെയും ഇല്ലാതാക്കിയെന്നും CPMൻ്റെ നിർണായകമായ സമയത്ത് മൂന്നാമത് ഭരണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ വളരെ ശക്തിയോടെ നടക്കുന്ന സമയത്ത് NSS പോലുള്ള ഒരു സമുദായ സംഘടനയെ CPMനൊപ്പം കൊണ്ടുവരാൻ KB ഗണേഷ് കുമാറിൻ്റെ ഇടപെടലിന് കഴിഞ്ഞത് CPMന് വലിയ സന്തോഷമാണ് നൽകിയിരിക്കുന്നത്. പിണറായി വിജയൻ വ്യക്തിപരമായി തൻ്റെ നന്ദിയും കടപ്പാടും KB ഗണേഷ് കുമാറിനെ അറിയിച്ചു എന്നാണ് ഇപ്പോൾ CPM നേതൃത്വത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശനും SNDPയും നേരത്തെ തന്നെ പിണറായിക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ്. NSS മാത്രമാണ് പിണങ്ങി മാറി നിന്നത്. NSSനെ അനുനയിപ്പിച്ച് മതിയാകൂ എന്നുള്ള ദൃഢനിശ്ചയം പിണറായി വിജയൻ എടുത്തതോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. ഏതായാലും KB ഗണേഷ് കുമാറിന് ഒരു പുതിയ റോളാണ് ഇപ്പോൾ ഇടതുമുന്നണിയിലും മന്ത്രിസഭയിലും ഉള്ളത്. വളരെ മിടുക്കനായ മധ്യസ്ഥൻ എന്ന റോളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്. G സുകുമാരൻ നായരുടെ എതിർപ്പ് അലിയിച്ചു കളഞ്ഞ് CPMനൊപ്പം നിലനിർത്താൻ വേറെ ആര് വിചാരിച്ചാലും കഴിയില്ലായിരുന്നു എന്നാണ് പിണറായി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് KB ഗണേഷ് കുമാർ ഏതായാലും നല്ലൊരു മധ്യസ്ഥനാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു.